ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിന് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫൈവ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, സിക്സ് ഓഫ് കപ്സ്, the Fool, the Hermit, the Emperor, Temperance, Ten of Sword എനർജിയാണ്. നയൻ ഓഫ് സോഡ്സിൻ്റെ എനർജി, സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി. സോഡ് എനർജി ഒരുപാടുണ്ട്. ടു ഓഫ് സോഡ്സിൻ്റെ എനർജി. സോഡ് എനർജി ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, അടുത്തതായിട്ട് ടു ഓഫ് സോഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ടെൻ ഓഫ് വാൻസ് ആണ്. കണ്ടോ, നിങ്ങൾക്കൊരു നല്ല തുടക്കം വരികയാണ്. ഇവിടെ ഈ ഒരു ഭാരമേറിയ ജോലി നിങ്ങളിവിടെ ഒത്തിരി നിങ്ങളിവിടെ ബർഡൻ അനുഭവിച്ചിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഭാരം നിങ്ങളുടെ ചുമലിലേറ്റി നടന്നിരുന്നു ഇതുവരെയും. അപ്പോൾ ഈ ചുമലിലെ ഭാരം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ എല്ലാവിധത്തിലുമുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ ചുമലിലായിരുന്നു എന്ന് തന്നെയാണ് വേണം പറയാൻ. എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്കൊക്കെ അല്ലേ റെസണേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവിടെ താഴെ വയ്ക്കാറായിട്ടുണ്ട്. മനസ്സിലായോ? ഇത് തീരാറായിട്ടുണ്ട്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളിതിപ്പോൾ താഴെ വയ്ക്കും. എത്രമാത്രം ഭാരമുണ്ട് നിങ്ങളുടെ ചുമലിലെങ്കിലും ഇത് നിങ്ങളിവിടെ താഴെ വയ്ക്കും എന്നാണ് കാണുന്നത്. താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി നിങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾ ഉപേക്ഷിച്ചു, ആ ഭാരത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നിട്ട് നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു തുടക്കം കുറിക്കുന്നു, മറ്റൊരു ജീവിതത്തിലേക്കുള്ള തുടക്കം കുറിക്കുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി ലഘുവായിട്ടുള്ള ചില ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അത്രയും ഭാരം നിങ്ങൾ ചുമന്നിരുന്നതിനെ നിങ്ങൾ ഒഴിവാക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ്. ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നമുക്ക് വന്നിരുന്നത് ടെൻ ഓഫ് വാൻസ് അല്ലേ, വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചിലപ്പോൾ ചില നിരാശകളാണ്, ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പാർട്ണറുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ലവേഴ്സ് കപ്പിൾസിനിടയിലുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പാർട്ട്ണർക്ക് സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒന്ന് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒറ്റയായി, എനിക്കാരുമില്ല, എന്നോട് എൻ്റെ പങ്കാളിക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ആൾക്കാർക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ കരുതുന്നത് പോലെ അവരെന്നെ കരുതുന്നില്ല. ഇതൊക്കെ ചിന്തിച്ച്
ചിന്തിച്ചിട്ട് നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പുറത്ത് സ്നേഹമുണ്ട്, കണ്ടില്ലേ ഇവിടെ. എന്നാൽ ഇവിടെ 5 കപ്പുകൾ ഉള്ളതിൽ എല്ലാം മറിഞ്ഞിട്ടില്ല, 3 മറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ 2 അതുപോലെയുണ്ട്, കണ്ടോ. അപ്പോൾ ഈ 2 അതുപോലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സ്നേഹമുണ്ട്. പക്ഷേ ഇത് ഇവർ കാണാതെ പോകുന്നു. അതാണ് ഇവിടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആരുമില്ല എന്ന് കരുതി ഒറ്റയ്ക്ക് ദുഃഖം അനുഭവിക്കുന്ന എനർജിയാണ്. നിങ്ങളിൽ പലരും അതുപോലെയാവാം. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വഴക്കിട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, അവർക്ക് എന്നോട് സ്നേഹമില്ല, അവർക്ക് മറ്റാരോടൊക്കെയോ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന എനർജിയാണ്. അത് സാരമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെ ധരിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം പലരും ഉണ്ട്, നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്കായിട്ട് ആരും ജീവിക്കുന്നില്ല. ഒറ്റയ്ക്കായിട്ടിരിക്കുന്നവർക്ക് തന്നെയും എന്താണ്, യൂണിവേഴ്സ് കൂട്ടിനുണ്ട്, ദൈവം കൂട്ടിനുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ള ചിന്ത വേണ്ട. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു, പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ എഫേർട്ട് എടുത്തിട്ടുള്ളതായിരിക്കും പല കാര്യങ്ങളിലും, മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ലോണുകൾക്ക്, ചിലപ്പോൾ ചില ചിട്ടികൾക്ക് നിങ്ങൾ ചേർന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലോട്ടറികൾ വരാനുള്ള സാധ്യതയുമാവാം. എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ജോലിയും ആവാം. പുതിയ ജോലി ആവുന്ന എനർജി ഉണ്ട്. ഇവിടെ എംപററുടെ പദവി വന്നിട്ടുണ്ട്. ചിലർക്ക് ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണെന്നും കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. അപ്പോൾ ഈ ഒരു സാമ്പത്തികത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന എനർജി ആയിരിക്കാം ഇത്. ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കിട്ടാനുള്ള മണി എനർജി ആവാം, മണി സാമ്പത്തികമാവാം. അപ്പോൾ ഏതായാലും ചിലപ്പോൾ പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് ഇത് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇതിവിടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങളിവിടെ കടന്നു പോകും. നിങ്ങൾക്ക് മുൻപ് പാത തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ വഴി തെളിഞ്ഞിരിക്കുന്ന കാരണം നിങ്ങൾ ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവിടെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ്, പെന്റക്കിളിൻ്റെ ഒരു തുടക്കം, സാമ്പത്തികത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്ക് ഈ സാമ്പത്തികത്തിൽ നിന്ന് നിങ്ങൾക്ക് വീടായി, വാഹനമായി, അങ്ങനെ പല കാര്യങ്ങളിലേക്ക് സന്തോഷത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് ടെമ്പറൻസ്, ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും. ഏതൊരു കാര്യമായാലും ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ എനർജി ഇവിടെ വന്നു, നിങ്ങൾക്കത് എംപറർ കണ്ടില്ലേ. ഇവിടെ ജോലിക്കാര്യത്തിലേക്ക് ജോലി ലഭിക്കുന്നതായിട്ട് ഇതുവരെ നിങ്ങൾക്ക് ജോലിയൊക്കെ നോക്കിയിരുന്നിട്ട് നിരാശയിലൂടെ കഴിയുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തികം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. എംപററുടെ പദവിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. നല്ല അനുഭവജ്ഞാനത്തോടുകൂടി, മനസ്സിലായി, നല്ലൊരു അധികാരഭാവം കൈവന്നിട്ട് മറ്റുള്ളവരുടെ പ്രശസ്തിക്ക് ഒക്കെ വിധേയമായിട്ട് ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതെങ്ങനെയാണ് വരുന്നത്, നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പദവികളെല്ലാം കൈവരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കാരണം സാമ്പത്തികം എന്ന് പറയാൻ പുതിയ ജോലിയാവാം, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാതിരുന്ന സാലറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ടെമ്പറൻസ്, നിങ്ങൾ അതുകൊണ്ട് തന്നെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം ബാലൻസ് ചെയ്ത്, ഇതുവരെ നിങ്ങളൊരു ബാലൻസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ബാലൻസിലായിട്ടിരുന്ന ജീവിതത്തെ ബാലൻസിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ധാരാളമായിട്ട്. വെള്ളത്തിൽ നിൽക്കുന്നോ കരയിൽ നിൽക്കുന്നോ ഒന്നും വേണ്ട, കരയിലും വെള്ളത്തിലുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഏതായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരുന്നതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഒന്നിനെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അതിലൂടെ വിഷമിച്ചങ്ങിരിക്കേണ്ട ആവശ്യമില്ല. അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക.
ആ ഒരു കാര്യത്തെ കൂടി ഉൾക്കൊള്ളുക, പോസിറ്റീവിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ദുഃഖം സുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമമായിട്ട് കാണുക. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങളെ സമചിത്തതയോടെ കണ്ട് സമത്വഭാവത്തോടെ കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് അല്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുറച്ചൊരു വേർപാടിലൂടെ മുന്നോട്ട് പോകുന്നു, കുറച്ചൊരു സെപ്പറേഷൻ വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്നാണ്. പക്ഷേ ആ ഒരു സെപ്പറേഷൻ എന്താണ്, ഇവിടെ ഒരാൾ മറ്റൊരാളുടെ ചീറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്, 10 ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഇവിടെയോ എന്തായാലും നിങ്ങൾക്കിവിടെ റീയൂണിയൻ സംഭവിക്കുന്നത് 6 ഓഫ് കപ്സ് കണ്ടില്ലേ. തീർച്ചയായിട്ടും നിങ്ങളിവിടെ പിണങ്ങി എരിഞ്ഞിട്ടുണ്ടോ, 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് എന്താണ്, നിങ്ങൾ വീണ്ടും ഒന്നാവുന്നു. അവിടെ പിണങ്ങുന്നു, ഇവിടെ പിണക്കം വരുന്നുണ്ട്, രണ്ടുപേരും 2 വഴിയാവുന്നു. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് രണ്ടുപേരും 2 വഴിയാവാം. കുറച്ച് നാളത്തേക്ക് അത് നിലനിൽക്കും. വീണ്ടും നിങ്ങളിവിടെ ഒന്നാകും. 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കണ്ടില്ല. ആ സ്നേഹത്തിനൊരു ചെറിയ മാറ്റം വരും. ഇത് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് വിഷമിക്കാനൊന്നും ഇല്ല. സ്നേഹത്തിനിടയ്ക്ക് കുറച്ചൊന്ന് വിള്ളൽ വീണ് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ചേരുമ്പോൾ എന്താണ്, പഴയതിനേക്കാളും ശക്തി പ്രാപിച്ച സ്നേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ ചില കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ പഠിച്ച ചില കൂട്ടുകാരെയൊക്കെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരെ കാണാനുള്ള സാധ്യത വരുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവാം. അല്ല എങ്കിൽ മറ്റ് പഴയ ബന്ധുക്കളെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കാണാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി, ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ്. ഗിഫ്റ്റുകൾ കൈമാറുന്നു, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. ഇവിടെ 10 ഓഫ് സോഡാണ്, ചീറ്റിംഗ് എനർജിയാണ്. ഇവിടെ ആരോ നിങ്ങളെ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും. സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാത്ത എനർജി വരാം, അല്ലെങ്കിൽ പ്രണയം നടിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജി. വാസ്തവത്തിൽ അവർക്ക് നിങ്ങളോട് പ്രണയം ഇല്ലായിരുന്നു, പക്ഷേ പ്രണയം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കബളിപ്പിച്ച എനർജി. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവർ മുങ്ങുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആവുക, ബ്രേക്കപ്പിൽ പോവുക, അല്ലെങ്കിൽ അവർ കടന്നു പോവുക. അങ്ങനെ ഒരു എനർജി ഇവിടെ വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടിരുന്നവർ ഒക്കെയും ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് സോഡ്സ്. ഒരുപാട് മാനസികമായ ദുഃഖം നിങ്ങളിവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 9 ഓഫ് സോഡാണ്, ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ് കണ്ടില്ലേ. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കുറച്ച് മുന്നോട്ട് വരും, വരാതിരിക്കില്ല. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും, വരാതിരിക്കില്ല. കാരണം ഇവിടെ നിങ്ങളൊരു പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാഠത്തിൻ്റെ അവസാനമായി ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ജീവിതം ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇവിടെ 10 ഓഫ് സോഡിൽ. അപ്പോൾ മുന്നോട്ട് വരുമ്പോഴെന്താണ്, പാഠം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എന്താണ്, മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് വരാൻ കഴിയും അല്ലേ. ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് അവിടെ പാഠം പഠിക്കുകയാണെങ്കിൽ എന്താണ്, ഈ തെറ്റിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും അല്ലേ. അനുഭവിച്ചറിയുന്നത് ചില കാര്യങ്ങളുണ്ട്. നിഷ്കളങ്കരായ ചില വ്യക്തികൾക്ക് ദൈവം പാഠം പഠിപ്പിക്കാനായിട്ട് തന്നെ അനുഭവങ്ങൾ തരും. യൂണിവേഴ്സ് തരുന്ന അനുഭവങ്ങളാണ് ചിലതൊക്കെ. 2-3 റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുക, എന്നിട്ട് അവിടെ എല്ലാം പരാജയം സംഭവിക്കുക, എന്നിട്ട് സ്വയം ചോദിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലേ. തീർച്ചയായും അങ്ങനെ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണത്? അതൊക്കെ നിങ്ങളുടെ കർമ്മ റിലീസാവണം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവണം. അങ്ങനെ മനസ്സിലായെങ്കിൽ മാത്രമേ, അനുഭവിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ്. സ്വപ്നം കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചില ഓർമ്മകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും, വരാതിരിക്കത്തില്ല. മുന്നോട്ട് നിങ്ങൾ ഈ ഒരു വിഷമത്തെ നിങ്ങൾ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഈ സ്ഥലം നെഗറ്റീവായിട്ടുള്ള ഈ ഒരു സ്ഥലത്തെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ ഒരു എനർജിയെ, ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതല്ല, വീണ്ടും കൂടിച്ചേർന്ന് അവരുമായിട്ട് വേണമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ട് പിണങ്ങിയിരിക്കുക, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും ഒന്നാവുന്നു, അവരുമായിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. സ്മൂത്തായിട്ട് ആ ഒരു ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട്.
കണ്ടില്ലേ, ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. 6 ഓഫ് സോർഡ്സ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ദുഃഖമുണ്ടോ അതെല്ലാം നിങ്ങൾ കടന്നു പോകും. ആരും ആ ജീവനാന്തം ഒരു ദുഃഖം അനുഭവിച്ച് കഴിയുകയില്ല. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും, പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങൾ പാഠം പഠിച്ച് അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് വരും. ചില വ്യക്തികൾ ഒന്നും പഠിക്കാതെ ഇരിക്കും. എത്ര പാഠങ്ങൾ വന്നാലും ഒന്നും പഠിക്കാതെ ഇരിക്കുന്ന ചില ആൾക്കാരുമുണ്ട്. അവരാണ് കൊണ്ടുവന്ന് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നത്. മനസ്സിലായോ? അവർക്ക് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടാൻ തോന്നും. അല്ലാത്തവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ റീഡിംഗ് ഒക്കെ കാണുന്നവരോ അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇടും. കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും, കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു പ്രത്യാശയുണ്ട്. ശരി, ഇത് കേട്ടിട്ട് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കും, ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, ആ ഒരു സന്തോഷം വരെ എനിക്ക് നാളെ എനിക്കിത് നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയും, നല്ല അനുഭവങ്ങൾ നാളെ എനിക്ക് വരും, എനിക്കിപ്പം മോശമായതിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ശാന്തത ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പതിയെ നിങ്ങൾ മുന്നോട്ട് വരും. ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫൂളാണ്. ജീവിതത്തിൽ മുന്നോട്ട്, കണ്ടില്ലേ, സ്പിരിച്വൽ വേയിലൂടെ വരാൻ കഴിയുന്നു. അങ്ങനെയാണ് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരുന്നത്. പിന്നെ എന്താണ്, എല്ലാത്തിനും ഒരു വിശ്വാസം കൊടുക്കും. ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും പെട്ടെന്ന് തന്നെ. അവിടെ എല്ലാം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. ഇവിടെ കള്ളവും ചതിവും ഒന്നും വരില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താനും ആൾക്കാർ നിങ്ങളോടൊപ്പം വരും. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്, അവിടെ നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നീട് ഇതിനെല്ലാം മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും. നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ ഹെർമിറ്റ് മൂഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ സ്പിരിച്വൽ വേയിലൂടെ വരും. നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും തീർച്ചയായിട്ടും. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു സമാധാനം, സന്തോഷം നിറഞ്ഞ ലൈഫിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ വരും നിങ്ങൾ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2 ഓഫ് സോർഡിൻ്റെ എനർജി. എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ, കണ്ണുകൾ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു ഇമച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം ഒന്നുമില്ല. ഒരു കാര്യത്തിനൊരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള കഴിവില്ലായ്മ. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും, ഹെർമിറ്റ് മൂഡിലേക്ക് വരികയാണ്. കണ്ണുകൾ തുറന്ന് പ്രശ്നത്തെ കാണുന്നില്ല. കാണാതെ എങ്ങനെയാണ് അതിന് പരിഹാരം കാണുന്നത്, അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അവെയർനെസ് ഉണ്ടാകുന്ന, ഇവിടെ ഹെർമിറ്റ് മൂഡിലേക്ക് വരുമ്പോൾ ഒരു അവെയർനെസ് ഉണ്ടാകുന്നു. ഈ ഒരു സന്യാസം മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പിരിച്വലി അവേക്കണിങ് ലഭിച്ചിട്ട് മുന്നോട്ട് വരികയാണ്. സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരികയാണ്. സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ പ്രകാശം കണ്ടെത്താനുള്ള കഴിവ് വരികയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് നോക്കാവേ. പോസിബിലിറ്റീസ് ആണ്. കണ്ടില്ല, ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും, സാധ്യതകൾ വരുന്നുണ്ട്. അതിനെ നിങ്ങൾ എത്ര ദൂരത്തായാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു എനർജിയിലാണ് ഹെർമിറ്റ് മോഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉൾക്കാഴ്ച വന്നു കഴിഞ്ഞാൽ എന്താണ്, പല കാര്യങ്ങളെ ദൂരദൃഷ്ടിയിലൂടെ കാണാൻ സാധിക്കും. ദൂരത്തുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. പരുന്ത് കണ്ടില്ലേ, പരുന്ത് എത്രമാത്രം മുകളിലൂടെ പോയി കഴിഞ്ഞാൽ എത്രമാത്രം താഴെ ഒരു കോഴിക്കുഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിന് കാണാനുള്ള കഴിവുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു കഴിവ് വരും, വരാതിരിക്കില്ല. മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഓരോ നിമിഷവും നിങ്ങളിങ്ങനെ ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അധികാര പദവി ലഭിക്കും. നിങ്ങളെ എല്ലാവരും അധികാരിയായിട്ട് കരുതാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും, വരാതിരിക്കില്ല. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും. കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് വരും. സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ്. അതിലൂടെ
മുന്നോട്ട് വരുമ്പോഴെന്താണ് നല്ല ഒരു ചേഞ്ച് ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഹെയർ സെൽഫിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അല്ലേ, രണ്ട് കാർഡ്സ് എടുക്കാം നമുക്ക്. ഈ മെസ്സേജ് ഈസ് ട്രൈങ് ടു റീച്ച്. നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് എത്തിച്ചേരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത് മെസ്സേജാണ്? സ്പിരിറ്റ് വേൾഡ് വിഷസ് ടു ഫൈൻഡ് ആൻഡ് ടച്ച് യു. സ്പിരിറ്റ് വേൾഡ്, ആത്മീയ ലോകം നിങ്ങളെ കാണാനും തൊടാനും ഒക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആത്മീയപരമായ പാതയിലൂടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി ലഭിക്കാൻ തുടങ്ങുന്നു. ഇതാണ് നിങ്ങളുടെ ചേഞ്ചിനുള്ള കാർഡാണിത്. കണ്ടില്ല, നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു. ആ ചേഞ്ച് വരുന്നു എന്നുള്ളതിന് മുന്നറിയിപ്പാണ്. സ്പിരിറ്റ് വേൾഡ് നിങ്ങളെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. കാരണം നല്ലൊരു മെസ്സേജ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു വ്യത്യാസം നിങ്ങളിലേക്ക്, നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ്? എ ന്യൂ സ്ട്രാറ്റജി ഈസ് റിക്വയർഡ്. ഫൈൻഡ് ദ പാത്ത് ടു ലവ് ആൻഡ് ഹാപ്പിനെസ്. ഇവിടെ എന്താണ്? നിങ്ങളിതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾക്കത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ, എനിക്കെല്ലായ്പ്പോഴും പരാജയമാണ്, ഞാൻ പരാജയത്തിലൂടെ വന്നു, പരാജയം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു സ്ട്രാറ്റജി ആവശ്യമാണ്. ആ ഒരു പുതിയ സ്ട്രാറ്റജി നിങ്ങൾ മെനഞ്ഞെടുക്കൂ. പുതിയൊരു തന്ത്രത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. മനസ്സിലായി? ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ സ്റ്റൈലിനെ അല്ലെങ്കിൽ ഈ ഒരു ശൈലിയെ നിങ്ങളവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എന്താണ്? ഞാൻ ഇതുവരെ ഉള്ളതുപോലെ അല്ല, ഇനി നാളെ മുതൽ ഞാനൊരു പുതിയ ആളാവുകയാണ്. പുതിയ ചില തന്ത്രങ്ങളിലൂടെ ഞാൻ ഒന്നുകൂടെ മെച്ചപ്പെടാൻ പറ്റുമോ എന്ന് ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരാൻ കഴിയും. തീർച്ചയായും അവിടെയാണ് നിങ്ങൾക്ക് സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത്തരം ഒരു മാറ്റം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുക, അങ്ങോട്ട് കൊടുക്കാനും കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.